സ്കൂൾ വെക്കേഷനൊക്കെ ആയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുത്താലോ? ഇന്ന് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷവർമയുടെ റെസിപ്പിയാണ്. 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇളം ചൂടുപാല് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മാവ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ റുമാലി റൊട്ടിയിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഷവർമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ റൊട്ടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ തൂത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂടി വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് എല്ലാം ഇടാം. ഞാനിപ്പോൾ ഒരു 1/2 ടൊമാറ്റോ, പിന്നെ ക്യാരറ്റ്, ക്യാബേജ്, സവാളയൊക്കെ കേട്ടോ ചേർത്തിട്ട്, പിന്നെ ചിക്കൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ചിക്കൻ മസാല, സോയാ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പ്, തൈര്, നാരങ്ങാനീര്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ 1-2 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് ചെറിയ ബോൾസ് ആക്കിയിട്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണേ. എന്നിട്ട് നല്ല ചൂടായ കല്ലിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. പിന്നെ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് റൊട്ടിയൊക്കെ ഒരു കാസ്ട്രോളിൽ ഇട്ടിട്ട് അങ്ങനെ അടച്ചു വെക്കാം. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസും കൂടി റെഡിയാക്കുന്നുണ്ട്. റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാത്രം ഉപ്പും, പിന്നെ കുരുമുളക് പൊടിയും, പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ആണല്ലോ, അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത്, പിന്നെ അതിലേക്ക് റൊട്ടി വെച്ച് കൊടുത്ത്, പിന്നെ മയോണൈസ് തൂത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ് വെച്ച് കുറച്ച് മാത്രം ടൊമാറ്റോ കെച്ചപ്പും കൂടി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.